ചോദിക്കുന്ന സമയത്ത് സണ്ണി ലിയോൺ മാഡത്തിന്റെ കാര്യം പറഞ്ഞ സമയത്ത് എല്ലാവരും എന്റർടൈൻമെന്റ് സോങ് ആണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. ബട്ട് ഈ ഒരു പടം അങ്ങനെയല്ല. മാഡത്തിന് ഒരുപാട് അഭിനയ സാധ്യതയുള്ള എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് പുള്ളി ഈ പടത്തിൽ പുള്ളിക്ക് എത്ര ക്യാരക്ടറിസ്റ്റിക്സ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ മാമിനും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാണ്, ഞാൻ സത്യം പറഞ്ഞ ഒരുപാട് നമ്മൾ പല ആക്ടേഴ്സൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് സണ്ണി ലിയോൺ മാം ഇസ് സച്ച് എ പ്രൊഫഷണൽ ആക്ടർ. ഐ മീൻസ് when we are shooting in Kasaragod, actually most probably probably the director will be having a thought. I mean, you are gone to the ground maybe multiple number of times. Well, we are taking a running shot of you. ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. എനിക്കുള്ളത് 8 or 10 തവണ എനിക്ക് സ്റ്റിൽ റിമെമ്പർ എസ്പെഷ്യലി അറിയാലോ സണ്ണി മാഡത്തിനെ പോലൊരു ആർട്ടിസ്റ്റിനെ നമ്മൾ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടിൽ ഫുട്ബോൾ കോർട്ടിൽ ഓടാനുണ്ടുക, ട്രാക്സിറ്റ് ഓടാനുണ്ടുക എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നാമത്തെ കാര്യം മറ്റേ വണ്ടി പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആന ഇറങ്ങി കടുവ ഇറങ്ങി എന്ന് പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ വണ്ടി പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് മാഡത്തിനെ കാണാനൊക്കെയാണ്. അപ്പോൾ ഒരു തോതിലുള്ള ഒരു ഇഷ്യൂസും ഇല്ലാതെ ഷി വാസ് സോ കോപ്പറേറ്റീവ്. അപ്പോൾ താങ്ക് യു സോ മച്ച് മാം ഫോർ കമ്മിങ് ടു മലയാളം സിനിമ അഗെയിൻ. ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ശ്രീകാന്ത് അമൃതന്റെ ശ്രീകാന്ത് മുരളി, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിനകത്തുണ്ട്. പിന്നെ നിങ്ങളുടെ DOP നിഖിൽ പ്രവീൺ, ടോണി റാഫേൽ, സതീഷ് ഏട്ടൻ, ഒരുപാട് പേര് ഇതിനകത്ത് നമ്മുടെ നല്ല ടെക്നീഷ്യൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ അടുത്ത മാസങ്ങളിൽ തന്നെ ഈ സിനിമയുടെ ബാക്കിയുള്ള കാര്യങ്ങളും പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പടത്തിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാലും പിന്നെ വയനാട് എന്ന് പറഞ്ഞത് എനിക്ക് ഒരുപാട് പേര് മലയാള സിനിമയിൽ പലപ്പോഴും പറയുന്നതാണ് വയനാട് ഒരു അൺലക്കി ലൊക്കേഷൻ. പക്ഷെ എൻ്റെ ജീവിതത്തിലെ നാഴേക്കല്ലായ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞ സിനിമ 20 ദിവസത്തോളം ഞങ്ങൾ വയനാടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇന്നും നമ്മുടെ ഫോറസ്റ്റിലുള്ള ആൾക്കാർക്ക് പോലും പറഞ്ഞുകൊടുത്ത കാര്യമാണ് നമ്മുടെ അത്തോരയുടെ കൈവിരൽ മുറിഞ്ഞു പോകുന്നത് പുൽപ്പള്ളി അകത്താണ്. അതുപോലെ തന്നെ ഞങ്ങൾ വയനാട്ടുകാരുടെ നല്ല മനസ്സുകൊണ്ടാണ് കേരള ഭാഗത്തുള്ള നമ്മളെപ്പോലത്തെ ഒരുപാട് ബുദ്ധിമുട്ടി ബ്ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചേസിങ് സീക്വൻസ് വയനാട് എടുത്തത്. അപ്പം അന്ന് ഫോറസ്റ്റിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ ഒരുപാട് ഞങ്ങൾക്ക് കൊണ്ട് സഹകരിച്ചിരുന്നു. പിന്നെയും ഇതുപോലെ നല്ല സിനിമകളായിട്ട് വീണ്ടും വയനാട് ചുരം കയറാനും അതുപോലെ തന്നെ വിജയമായിട്ട് ഇറങ്ങാനും കഴിയട്ടെ. അപ്പോൾ സന്തോഷം. ഇതും അങ്ങനത്തെ ഒരു വിജയമായി മാറട്ടെ. അപ്പോൾ വൈത്തിരിയിലുള്ള എല്ലാ മെമ്പേഴ്സും, വൈത്തിരിയിലുള്ള റിസോർട്ട് സ്റ്റാഫും പിന്നെ എല്ലാവിധ സഹകരണത്തിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച് റോണി ചേട്ടാ. അശ്വത് ലാൽ, കം ഓൺ അശ്വത്. യെസ്, ഒരു നിമിഷം ഞാൻ പറഞ്ഞിട്ട്, നമ്മുടെ സിനിമയെ നയിക്കുന്ന ഒരു 4-5 യൂത്ത് ആളുകളാണ്. ആ യൂത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് അശ്വത്. ദെൻ നെക്സ്റ്റ് മിഥുൻ വേണുഗോപാൽ, ദെൻ വിഹാൻ, തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് വിഹാൻ, ശരത് സഭ ആൻഡ് വസന്ത്. അങ്ങനെ നമ്മുടെ യൂത്തായിട്ട് നമ്മുടെ സിനിമയെ നയിക്കുന്നത് അവരാണ്. സോ അശ്വത് പ്ലീസ്. നമസ്കാരം. ഒരു 3 സന്തോഷങ്ങളാണ് സാറേ സമയത്ത് പറയാനുള്ളത്. ഒന്ന്, നമ്മൾ ഒരുപാട് നാൾ കാത്തിരുന്ന, നമ്മൾ ആഗ്രഹിച്ച ഇതുപോലൊരു മുഹൂർത്തം, നമ്മുടെ പടത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് ഇവിടെ ഗംഭീരമായിട്ട് നടന്നു എന്നുള്ളത്. 2, ഇതുവരെ നമ്മൾ കാണാതെ നമ്മുടെ പ്രൊഡ്യൂസറിനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റി എന്നുള്ളതാണ്. സാർ ഒന്നുകൊണ്ടും സാറെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. സാറിന്റെ ടീം 100% വർക്ക് ചെയ്തതിന്റെ ഫലമാണ് ഇന്ന് നമുക്ക് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത്. നമ്മളെ മാത്രമേ ഉള്ളൂ. അവസാനത്തെ സന്തോഷം സത്യത്തില് ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. ആക്ച്വലി ഇങ്ങനെ ഒരു മൊമെന്റ് ഒരിക്കലും വിചാരിച്ചതല്ല. ഒരു പാസിംഗ് മാം നിൽക്കുമ്പോൾ ഫ്രെയിമിൽ സൈഡിൽ കൂടെ പോകുന്നതല്ല. ഞങ്ങൾ 3-4 പേര് ഞങ്ങൾ മാമിനോടൊപ്പം ത്രൂ ഔട്ട് ഈ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളതാണ്. ഒരുപാട് സന്തോഷം. മാമിനോടൊപ്പം ഓരോ മൊമെന്റും ഓരോ സ്ക്രീൻ സ്പേസും ഷെയർ ചെയ്യാൻ പറ്റിയത് മാമിന്റെ സപ്പോർട്ടിനും ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച് മാം. എന്തായാലും ഇതുപോലെ വലിയ സക്സസിലേക്ക് പടം ആഫ്റ്റർ റിലീസും നമുക്ക് ഉണ്ടാവട്ടെ. ഞങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. സ്മിന ചേച്ചി, പ്ലീസ് കം. സ്മിന ചേച്ചി പ്ലീസ് കം ഫോർവേഡ്. ക്യാപ്ഷൻ കിട്ടിയില്ലേ? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതില്ല. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. ആവശ്യത്തെ കൂടെ ഇവരൊക്കെ സംസാരിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഇല്ല, ഓക്കെ വേണം, അടുത്ത ആളെ വിളിച്ചു. ഓക്കെ സ്മിനു ചേച്ചി, താങ്ക് യു. നൗ രമ്യ ചേച്ചി. കമാൺ രമ്യ ചേച്ചി. നമസ്കാരം. ആദ്യമായിട്ട് പാമ്പള്ളി സാറിന് താങ്ക്സ് പറയുന്നത് ഈ സിനിമയിൽ ഒരു അവസരം തന്നതിന്. ഭയങ്കര ടെൻഷനായിരുന്നു, പക്ഷേ എന്തോ വലിയ പ്രശ്നമില്ലാതെ അത് ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വാസം. പിന്നെ സണ്ണി ലിയോണിനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും പക്ഷെ ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഇല്ലായിരുന്നു. അതിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആ വിഷമം മാറി, തടുത്ത് നിൽക്കാൻ പറ്റി. അപ്പൊ ഇവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ ആരും നിരാശരാവില്ല. പടം ഇറങ്ങി കഴിയുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ഈ പടം വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ചേച്ചി, താങ്ക് യു സോ മച്ച്. സോ നൗ കൃതി ഇവിടെ. യെസ് കൃതി, കമാൺ. യെസ്, കമാൺ കൃതി ഇവിടെ. പറയൂ, എന്താണ് പറയാനുള്ളത്? പറയൂ. ഈ സിനിമ റിലീസ് ആകുമ്പോൾ എല്ലാവരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ എല്ലാവർക്കും ഈ സിനിമയിൽ അഭിനയിച്ച ആൾക്കാർക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു കൃതിക്കുട്ടി. ഞങ്ങൾ ഉറപ്പായിട്ട് പോയി കാണും. നമ്മള് കൃതിയുടെ ഒരുപാട് ഡാൻസ് ഷോകളും പ്രാക്ടീസും അതുപോലെ തന്നെ റീൽസും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഞെട്ടാൻ പോകുന്ന ഒരു പെർഫോമൻസ് കൃതി ഇതിൽ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് കൃതി നമ്മുടെ മൂവിയിലുണ്ട്. നമുക്ക് എല്ലാവർക്കും അത് വെയിറ്റ് ചെയ്യാം കാണാൻ. ഉറപ്പായിട്ടും. ഓക്കെ, സോ നൗ വി ഹാവ് വിഷ്ണു കമാൺ. വിഷ്ണുവിനെ ഇടിയൻ ചന്ദ്രന്റെ സെറ്റിൽ നിന്നാണ് ഞാൻ വിഷ്ണുവിനെ പൊക്കുന്നത്. അപ്പൊ തൊട്ട് പിന്നാലെ ഞാൻ പിന്നെ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ തമിഴ് സിനിമയ്ക്ക് പോകാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വിളിച്ചപ്പോൾ ഓടി വന്നു. വിഷ്ണു വളർന്നു വരുന്ന ഒരു യൂത്ത് നടനാണ്. രണ്ട് വാക്ക് പറയും. ഗുഡ് ഈവനിങ് വയനാട്. എല്ലാവർക്കും നന്ദി. ഈ ഒരു സിനിമയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത് ഒരു സത്യം പറഞ്ഞ ഒരു വലിയ കഥയാണ്. അതിവിടെ പറഞ്ഞില്ലേ. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് പറയേണ്ടത് പാമ്പളി ചേട്ടനോടും വിയാസിനോടും പിന്നെ ഇതിന്റെ എഡീസ് ഉണ്ട്. അവരോട് എത്തിച്ചേർന്നിട്ടില്ല. ഗോകുൽ ആൻഡ് മിഥുൻ അവരും വിയാസും കൂടെ ചേർന്നാണ് എന്നെ ചേട്ടന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ എത്തുന്നത്. അതിൽ ഒരുപാട് സന്തോഷം, ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈ ഇതിൽ 4 പേര് ത്രൂഔട്ട് ചെയ്യുന്ന വേഷമാണ്. അതിൽ 3 പേരും മലയാള സിനിമയിൽ അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നിൽക്കുന്ന അശ്വത്, മിഥുൻ വേണുഗോപാൽ, ശരത് സഭ, അവർ 2 പേരും ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അവരുടെ കൂടെ ഒരു അത്ര എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് എൻ്റെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അതിൽ പാമ്പളി ചേട്ടൻ എടുത്തൊരു ഡിസിഷൻ, ഒരു ധൈര്യം, എനിക്ക് അതിലൊന്നും നന്ദിയുണ്ട്. പിന്നെ സണ്ണി മാമിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിൽ ആണ് ഭയങ്കര തിരക്കായതുകൊണ്ട് സണ്ണി മാം താങ്ക് യു സോ മച്ച്. പിന്നെ എല്ലാവരും ഉണ്ട്, രമി ചേച്ചി, സ്മിനു ചേച്ചി, മുഹമ്മദ് സാർ താങ്ക് യു സോ മച്ച് ഈ പടം ചെയ്തതിന്. പിന്നെ ഞങ്ങളെ സതീഷ് ചേട്ടൻ മ്യൂസിക്. സതീഷ് ചേട്ടനോട് ഏറ്റവും വലിയ നന്ദി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ 4 പേര് ഇതിൽ വേണ്ട പറയുന്നില്ല. പിന്നെ ലേഡർ എല്ലാവരും ഉണ്ട്. എല്ലാവരും ചേട്ടന് റിയാസ് എല്ലാവരോടും നന്ദി. താങ്ക് യു. അധികം നീട്ടുന്നില്ല. താങ്ക് യു സോ മച്ച്. Thank you so much. Now Priya Balan. Priya. നമസ്കാരം. ഇതിൽ എനിക്ക് പുതുമ എന്ന് പറയുന്നത് സണ്ണി മാമിനൊപ്പം ആയിരുന്നു എൻ്റെ ആദ്യത്തെ സീൻ, കോമ്പിനേഷൻ സീൻ സണ്ണി മാമിനൊപ്പം ആയിരുന്നു. അതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ അത്രയും സീനിയർ മോസ്റ്റ് ആയ ആർട്ടിസ്റ്റ് ശരൽ സാറിൻ്റെ ഒപ്പം എനിക്ക് കുറച്ച് കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു. അത് ഒരുപാട് സന്തോഷം തരും. നല്ലൊരു മൂവിയാണ്, എല്ലാവരും കാണണം. എനിക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാം ഉണ്ട്. എൻ്റെ സാറുണ്ട്, അതുപോലെ പാമ്പളി ചേട്ടൻ. എനിക്ക് ഈ അവസരം തന്ന പാമ്പളി ചേട്ടനും അതിലുപരി ഇനി വേദിയിലില്ലെങ്കിലും പാമ്പളി ചേട്ടൻ്റെ വൈഫ് സുരഭി, മിസ് ഡിയർ എവിടെയാണെങ്കിലും കേൾക്കണം. അപ്പോൾ സുരഭിക്കും ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും നല്ലൊരു സിനിമയാണ്, എല്ലാവരും കാണണം, വിജയിപ്പിക്കണം. താങ്ക് യു. സുബൈർ, ഒരാളും കൂടി ഉണ്ട്. സുബൈർ ഇവിടെ ഉണ്ടോ? എവിടെയുണ്ട്? ഓടി വരും. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. ഈ
വലിയ മുഹൂർത്തത്തിൽ ഇങ്ങനെ ഈ മുഹമ്മദ് സാറിന്റെ 3ാമത്തെ പടത്തിലാണ് എനിക്ക് അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് ചാത്തി, അതിനുശേഷം ഗുഡ് ബൈ മൗണ്ടൻ എന്ന സിനിമയിൽ ത്രൂ ഔട്ടായിട്ട് ചെയ്യാൻ ഒരവസരം കിട്ടി. അതുപോലെ തന്നെ ഇപ്പൊ ഈ പടത്തിൽ ഒരു ചെറിയ വേഷം കിട്ടിയിട്ടുണ്ട്. ഇതില് എനിക്ക് ഒരുപാട് സന്തോഷം. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച റിയാസ് ഭായിയാണ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എൽദോ പോറ്റി മറ്റു എല്ലാവർക്കും ഈ പടം ഒരു വൻ ഹിറ്റായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഇനി നെക്സ്റ്റ് നമ്മുടെ പടത്തിന്റെ മ്യൂസിക് ഡയറക്ടർ, വേറെയും നമ്മുടെ ടെക്നീഷ്യന്മാരെ ഇവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല. എല്ലാവരും പടത്തിന്റെ ഷൂട്ടിലാണ്. സിനിമാറ്റോഗ്രാഫർ നിഖിൽ എസ് പ്രവീൺ, എനിക്കറിയാം നാഷണൽ അവാർഡ് കിട്ടിയ നിഖിലാണ് ഇതിന്റെ ക്യാമറ മനോഹരമായിട്ട് ചെയ്തത്. അതുപോലെ തന്നെ എഡിറ്റർ ലിജോ പോൾ, അദ്ദേഹം ഇപ്പൊ ആട് 3യുടെ വർക്കിലാണ് അദ്ദേഹം എൻഗേജ്ഡ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരാൻ പറ്റാതെ പോയ മഞ്ജുഷ രാധാകൃഷ്ണൻ, സൗദി വെള്ളക്ക പോലുള്ള സിനിമകളിൽ ചെയ്ത മഞ്ജുഷ രാധാകൃഷ്ണൻ. പിന്നെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ സതീഷ് ചേട്ടൻ ഇവിടെയുണ്ട്. സതീഷ് ചേട്ടൻ അദ്ദേഹത്തിൻ്റെ 11ാമത്തെ സിനിമയാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള നല്ല സിനിമ. അദ്ദേഹത്തിൻ്റെ 2 വാക്ക് സംസാരിക്കും. ആദ്യം എല്ലാവർക്കും നന്ദി. ഞാൻ മറ്റൊന്നും പറയുന്നില്ല. ഇപ്പോൾ കുറച്ച് സിനിമകൾ ചെയ്തെങ്കിലും ഈ സിനിമയിൽ പാമ്പള്ളിയുടെ സെഞ്ചാറിലാണ് ഞാൻ ആദ്യം പാമ്പള്ളിക്കൊപ്പം വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ മുഹമ്മദ് സാറിൻ്റെ ഈ പ്രൊഡക്ഷനിലൊപ്പം വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അശോകത്തേക്ക് നിൽക്കുന്നുണ്ട്. മ്യൂസിക് നന്നായി അറിയുന്ന അല്ലെങ്കിൽ മനസ്സിലാകുന്ന ഡയറക്ടർക്കൊപ്പവും സാറിനൊപ്പവും വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് തന്നെയാണ് എൻ്റെ ധന്യതയായിട്ട് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പടത്തിൽ എൻ്റെ പാട്ടുകൾ നന്നായി ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പടം കണ്ടിട്ടില്ല, പാട്ടുകളെ കുറിച്ച് കണ്ടു. വളരെ പ്രതീക്ഷയാണ് നല്ല സിനിമയാകും എന്നുള്ളത്. ഒപ്പം എല്ലാത്തിലും ഓടി നടന്ന റിയാസ് ഭായി ഞങ്ങളിടയ്ക്ക് വഴിക്കിടുമായിരുന്നു, പിന്നെ സ്നേഹിക്കും. അങ്ങനെ ഒരുപക്ഷെ അതൊരു ബാക്ക് ബോണായിട്ട് റിയാസ് ഭായി ഈ പടത്തിൻ്റെ പിന്നിൽ ഒരുപാട് വർക്ക് ചെയ്തു. ഒപ്പം ഇത്രയും വലിയ ആർട്ടിസ്റ്റുകൾ ഉള്ള ഒരു സിനിമയ്ക്കൊപ്പം വർക്ക് ചെയ്യാൻ കഴിയുന്നത് ചേട്ടനൊക്കെ എന്താ പറയുക, ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു നടൻ കൂടിയാണ് അശോക് ചേട്ടനൊക്കെ. അതുപോലെ ഇവരെല്ലാം ഞാൻ സ്ക്രീനിൽ കണ്ടിട്ടുണ്ട്, ഇന്ന് അടുത്ത് കാണാൻ കഴിഞ്ഞു. അതിലുള്ള ധന്യതയും സന്തോഷവും അറിയിക്കുന്നു. ഒപ്പം എൻ്റെ സുഹൃത്തുക്കൾ ലിറിക്സ് റൈറ്റേഴ്സാണ്. അതൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ ഇതുവരെയുള്ള സിനിമകളിൽ മിക്കതിലും എന്നോടൊപ്പം ഞങ്ങളുടെ ഒരു ടീമാണ് എപ്പോഴും വർക്ക് ചെയ്യുന്നത്. അത് തന്നെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. മറ്റൊന്നും പറയുന്നില്ല, പടം നന്നായിട്ട് വിജയിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഈ പടത്തിൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത 40ഓളം ആർട്ടിസ്റ്റുകളുണ്ട്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. സണ്ണി മാമിനൊപ്പം അനുശ്രീ ഒരു ലീഡ് ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ത്രൂ ഔട്ട് അവരും ഒരു ശക്തമായ സ്ത്രീ കഥാപാത്രമായിട്ട് സിനിമയിലുണ്ട്. കൂടാതെ രേണു സൗദ്, അതുപോലെ തന്നെ രാകേഷ് ശർമ്മ. ഇതിനേക്കാളുപരി നമുക്ക് ബോളിവുഡിൽ നിന്ന് അഖിലേന്ദർ മിശ്ര, ലഗാൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച അഖിലേന്ദർ മിശ്ര, അതുപോലെ തന്നെ കാശ്മീരിൽ നിന്ന് ഗുൽറിയാസ്, പഞ്ചാബിൽ നിന്ന് റോക്കി സിംഗ്, അങ്ങനെ വിവിധ ഭാഷകളിൽ നിന്നായിട്ട് ഏതാണ്ട് 50ഓളം ആർട്ടിസ്റ്റുകൾ അണിനിരന്ന ഒരു വലിയ സിനിമയാണ്. വരും ദിവസങ്ങൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. ഈ സിനിമയിലെ ഗാനങ്ങൾ മനോഹരമാക്കി തന്ന 2 പേര് നമ്മളിവിടെ ഉണ്ട്. അതിനകത്ത് ഒരാൾ 3 പേരാണ് ഗാനങ്ങൾ എഴുതിയത്. അതിനകത്ത് PK ഹരിനാരായണൻ, അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല, പക്ഷെ 2 പേർ എൻ്റെ കൂടെ ഉണ്ട്. അതിൽ പ്രത്യേകത അതിനകത്ത് ആദ്യത്തെ ആൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് BT. അദ്ദേഹം ഒന്ന് മുമ്പിലേക്ക് വരും. അദ്ദേഹമാണ് കാളിയൻ എന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ. അതിനേക്കാൾ ഉപരി കഴിഞ്ഞ ഉടൽ, അങ്ങനെ തുടങ്ങിയ തങ്കമണി തുടങ്ങിയ സിനിമകളുടെയൊക്കെ ഗാനരചന അദ്ദേഹമാണ് നിർവഹിച്ചത്. നമ്മുടെ സിനിമയിലും നല്ല പ്രത്യേകതയുള്ള 2 ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് 2 പേർക്ക് വളരെ നന്ദി, സന്തോഷം. ഇന്ന് നേരത്തെ അശോക് ചേട്ടൻ പറഞ്ഞ പോലെ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണെന്ന് തോന്നിപ്പിക്കുന്ന ഇത്ര കൃത്യസുന്ദരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഈ പരിപാടി നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ
വാസ്തവത്തിൽ ഈ ചുരം കയറി പലതവണ വയനാട് വന്നിട്ടുണ്ടെങ്കിലും ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. വാസ്തവത്തിൽ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മുഹമ്മദ് സാറിൻ്റെ ഒരു ഭാവന. അപ്പം അദ്ദേഹം കൺസീവ് ചെയ്ത ഒരു സിനിമ തീർച്ചയായിട്ടും നന്നാവാതിരിക്കാൻ യാതൊരു തരവുമില്ല. പാമ്പള്ളിയെ പറ്റി എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. പാമ്പള്ളി ദേശീയ പുരസ്കാരം നേടിയ സിൻജാർ എന്ന സിനിമ ഒറ്റ സിനിമ കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനസ്സിലിടം പിടിച്ച ആളാണ്. അപ്പോൾ എന്നെ ഈ സിനിമയിലേക്ക് പാമ്പള്ളി വിളിക്കുന്നത് ഞാൻ ഈ കേരളത്തിലെ ഏറ്റവും മികച്ച പാട്ടെഴുത്തുകാരനായതുകൊണ്ടൊന്നുമല്ല, തികഞ്ഞ സൗഹൃദത്തിൽ നിന്നാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സതീഷ് രാമചന്ദ്രൻ. അദ്ദേഹം ഞാനുമായിട്ട് ചെയ്യുന്ന 3ാമത്തെ സിനിമയാണ്. അപ്പോൾ ഈ സിനിമയിൽ ഞാൻ എഴുതിയ 2 പാട്ടുകളുണ്ട്. അതിലൊരു പാട്ടിൽ ലോകമറിയുന്ന അഭിനേത്രി സണ്ണി ലിയോണി മാം അഭിനയിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ മറ്റൊരു സന്തോഷം. അത് എനിക്ക്